യസിനി, രാഹുൽ മാങ്കൂട്ടത്തിൽ വിവാദത്തിലേക്കാണ്. ഈ ലൈംഗിക ചൂഷണ ആരോപണങ്ങൾക്കൊടുവിൽ പാർട്ടി രാഹുലിനെ സസ്പെൻഡ് ചെയ്തെങ്കിലും മറ്റ് ചില കുരുക്കുകൾ കൂടി രാഹുലിനെതിരെ ഉയർന്നു വരികയാണ്. യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിലെ വ്യാജ തിരിച്ചറിയൽ കാർഡ് കേസിലാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ ചോദ്യം ചെയ്യാനൊരുങ്ങുന്നത്. ശനിയാഴ്ച ഹാജരാകാൻ ക്രൈംബ്രാഞ്ച് നോട്ടീസ് നൽകിയിട്ടുണ്ട്. പ്രതികളുടെ ശബ്ദരേഖയിൽ രാഹുലിന്റെ പേരുള്ളതായാണ് ക്രൈംബ്രാഞ്ച് പറയുന്നത്. വിശദാംശങ്ങൾ KR സാജു നൽകും. സാജു, ഈ ലൈംഗിക ആരോപണ വിവാദങ്ങൾക്കൊടുവിലാണ് ഇപ്പോൾ മറ്റൊരു കുരുക്ക് കൂടി വരുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ. എങ്ങനെയാണ് ക്രൈംബ്രാഞ്ചിന്റെ നീക്കം? ശനിയാഴ്ചയാണ് ക്രൈംബ്രാഞ്ച് രാഹുൽ മാങ്കൂട്ടത്തോട് ചോദ്യം ചെയ്യാനായി എത്താൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അത് തിരുവനന്തപുരത്തെ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ എത്താനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിലെ വ്യാജ തിരിച്ചറിയൽ കാർഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട കേസ് അന്വേഷിക്കുന്നത് ക്രൈംബ്രാഞ്ചിന്റെ തിരുവനന്തപുരം യൂണിറ്റാണ്. നേരത്തെ ഈ കേസുമായി ബന്ധപ്പെട്ട് 4ലധികം പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരുന്നു. അതിനകത്തുള്ള മൂന്നാം പ്രതിയായ അഭിനന്ദ് വിക്രമിന്റെ അടക്കമുള്ളവരുടെ ഫോൺ പോലീസ് ശാസ്ത്രീയമായ പരിശോധനകൾക്ക് വിധേയമാക്കിയിരുന്നു. ഇതിൽ നിന്നും ചില വാട്സപ്പ് ചാറ്റുകൾ തിരികെ എടുത്തിട്ടുണ്ട്. ആ ചാറ്റുകളിൽ ഒന്നിൽ ഈ അഭിനന്ദ് വിക്രമിന്റെ ഫോണിൽ നിന്ന് ലഭിച്ച വാട്സപ്പ് വോയിസ് ചാറ്റുകളിൽ ഒന്നിൽ നിന്നും രാഹുലിന്റെ പേര് കൂടി പരാമർശിക്കപ്പെടുന്നുണ്ട്. അത് വ്യാജ ID കാർഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട സംസാരത്തിനിടയിൽ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേരും പരാമർശിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തെ ചോദ്യം ചെയ്യാനുള്ള തീരുമാനം ക്രൈംബ്രാഞ്ച് എടുക്കുകയും നോട്ടീസ് നൽകുകയും ചെയ്തിട്ടുള്ളത്. നേരത്തെ ഈ കേസ് ആദ്യം അന്വേഷിച്ചിരുന്നത് തിരുവനന്തപുരം മ്യൂസിയം പോലീസ് ആയിരുന്നു. മ്യൂസിയം പോലീസ് അന്ന് കേസ് ഘട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തെ ചോദ്യം ചെയ്തിരുന്നെങ്കിലും കേസുമായി ബന്ധിപ്പിക്കാൻ ആവശ്യമായ തെളിവുകൾ ലഭിച്ചിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ഇത്തരം ഒരു വോയിസ് ചാറ്റ് റിട്രീവ് ചെയ്ത പശ്ചാത്തലത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തെ ചോദ്യം ചെയ്യാനുള്ള തീരുമാനം എടുത്തിരിക്കുന്നത്. യൂത്ത് കോൺഗ്രസിന്റെ സംഘടനാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വ്യാജ തിരിച്ചറിയൽ കാർഡുകൾ ഒരു പ്രത്യേക സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് നിർമ്മിച്ചു എന്ന് ക്രൈംബ്രാഞ്ച് ഇതുവരെയുള്ള അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. അത് സംബന്ധിച്ച ഫോറൻസിക് പരിശോധനകളും മറ്റും പൂർത്തിയാവുകയും ചെയ്തിട്ടുണ്ട്. ഇതിന്റെ എല്ലാം അടിസ്ഥാനത്തിലാണ് വിശദമായ ചോദ്യം ചെയ്യലിനായി രാഹുൽ മാങ്കൂട്ടത്തിന് ഇപ്പോൾ നോട്ടീസ് നൽകിയിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടം നിലവിൽ അന്വേഷണം പുരോഗതിയൊക്കെ എങ്ങനെയാണ്? ഏതൊക്കെ കണ്ടെത്തലുകളിലേക്കും പ്രതികളിലേക്കുമൊക്കെയാണ് ക്രൈംബ്രാഞ്ച് എത്തിയിട്ടുള്ളത്? നേരത്തെ ഈ കേസുമായി ബന്ധപ്പെട്ട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിശ്വസ്തരടക്കം 4 പേരെ അറസ്റ്റ് ചെയ്തിരുന്നു. അങ്ങനെയുള്ളതിൽ മൂന്നാം പ്രതിയാണ് അഭിനന്ദ് വിക്രം. പിന്നെ ഈ കേസിന്റെ അന്വേഷണം ഇഴഞ്ഞു പോകുന്ന അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ കാര്യമായ രീതിയിൽ അന്വേഷണം പുരോഗമിച്ചിരുന്നില്ല. പക്ഷേ ശാസ്ത്രീയ പരിശോധനാ ഫലങ്ങൾ അതിനിടയിൽ ലഭിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോൾ പോലീസ് അതിനകത്ത് ഒരു അന്വേഷണത്തിലേക്ക് പോകുന്നു. ക്രൈംബ്രാഞ്ച് അന്വേഷണം വീണ്ടും പൊടിതട്ടി എടുക്കുന്നു എന്നുള്ള ഒരു വിലയിരുത്തലിലേക്കും നിഗമനങ്ങളിലേക്കും നമ്മൾ എത്തിച്ചേരേണ്ട ഘട്ടമാണ് ഇപ്പോൾ ഉള്ളത്.